കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുക എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്താലോ. അതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ക്രാഫ്റ്റ് ഐറ്റംസും പെയിൻറ്റിങ്ങും ഒക്കെയാണ് ഒരുപാട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അത് കണ്ടാൽ ഇഷ്ടപ്പെടുകയും ചെയ്യും, അതുപോലെ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. മിസ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും മിസ്സ് വന്നടുത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. മിസ്സ് എൻ്റെ കയ്യിരുന്ന പെയിൻറ്റിങ് മേടിച്ചിട്ട് നല്ലതുപോലെ പെയിൻറ്റ് ചെയ്യുന്നല്ലോ, എന്നിട്ടാണോ നീ പെയിൻറ്റിങ് ക്ലാസ്സിന് കയറാത്തതിനെന്ന് ചോദിച്ചു. ഞാനുള്ള സത്യം അങ്ങ് പറഞ്ഞു, മിസ്സ് എനിക്ക് വീട്ടിൽ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൈയും കാലും പറയും. അപ്പോൾ മിസ്സ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ പേടിയൊക്കെ മാറ്റുന്നത്. അങ്ങനെ മിസ്സ് പറഞ്ഞതിൻ്റെ ഇതിൽ ഞാൻ പെയിൻറ്റിങ് ക്ലാസ്സിന് പേരും കൊടുത്തിട്ട് ഓരോ ദിവസവും ഓരോ പീരീഡ് വീതം ഞാനും പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ക്ലാസ്സിൽ തന്നെ ഒരു പെയിൻറ്റിങ് മത്സരം വെച്ച്. ശരിക്കും പറഞ്ഞാൽ ആ പെയിൻറ്റിങ് മത്സരത്തിന് ഫസ്റ്റ് ഞാനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ പേടി കാരണം നമ്മൾ പലതും മാറ്റിയേക്കും, പക്ഷേ എന്തിനും നമ്മൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളായിരിക്കും അതിന് വിന്നർ. അഥവാ ഒന്നീ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെയും പരിശ്രമിച്ചാൽ മതി എന്നേ, ശരിയായിക്കോളും. അപ്പോൾ ഓക്കെ ബൈ.